Hey, it's me Jack with Surfu. Guys, നമ്മളിന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യാൻ പോവാണ്. എന്താ സർഫ് എനിക്ക് പറയാനുള്ളത്? ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. പുതിയൊരു വ്ളോഗ് തുടങ്ങുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കക്കാടംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കക്കാടംപോയിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ വേണം. നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയും കാണിച്ചു തരും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കക്കാടംപോയിലേക്ക് ഓൺ ദ വേ ആണ്ടാ. എന്താ ചാക്ക കോടുണ്ടോ നമ്മളവിടെ? വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്തെങ്കിലും കോടിൻ്റെ അതിപ്പോ വേനൽക്കാലത്താണെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. കോറിൻ്റെ ഒരു ലക്ഷണമില്ല. ഒന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. കണ്ടോ? ലക്ഷണങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് ഉണ്ടാവുക. ഏതായാലും കക്കാടംപോയി എന്തായാലും അവിടെ പോയി തണുപ്പുണ്ടാവും. കക്കാടംപോയിൽ കയറുന്നതിന് മുമ്പ് ഒരു തണുത്തൊരു വെള്ളം നിർബന്ധം, സർബത്ത്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പം എത്ര ഉണ്ടാവും? നമ്മളിപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നിട്ട് എന്തായാലും ഒരു 10 കൊല്ലത്തിൻ്റെ അടുത്തായി. കക്കാടംപോയിക്ക് തന്നെ വരലുണ്ട്. ആ മുകളിൽ വന്നിട്ട് പോവാ, അവിടെ റിസോർട്ടൊക്കെ എടുക്കാന്നല്ലാണ്ട് ഇങ്ങോട്ടേക്ക് നമ്മളങ്ങനെ വരില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ റേഞ്ച് കുറവായിരിക്കും. എല്ലാ ഏരിയയിലും റേഞ്ചിന് പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വരാത്തവരാണെങ്കിൽ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും വരാത്തവർ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. അത്രക്കുണ്ട് ഇവിടെ കാണാനുണ്ട്. നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഇനി പറയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെയിലാണെങ്കിലും നമ്മളെടുത്ത് വെയിലാണെങ്കിലും പക്ഷെ ഇവിടെ ആ കൂളിംഗ് ഉണ്ടാവും. ആ തണുപ്പ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഫുള്ള് ആളാണല്ലോ വെള്ളച്ചാട്ടത്തിനോടെ. ഏത് സമയത്ത് സീസൺ ആണെങ്കിലും സീസൺ അല്ലെങ്കിലും വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാരുണ്ടാവും ഇവിടെ. നമ്മളിതാ കക്കാടംപോയി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഒന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ കാണിച്ചു തരാം. ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കുന്നു. കിട്ടില്ലേ? ശുദ്ധമായ വെള്ളം. അമ്പോ, കോഴിപ്പാറ വെള്ളച്ചാട്ടം. ഫാമിലിയൊക്കെ ഉണ്ടല്ലേ? വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറച്ച് കുറവാണ് ഇവിടെ. പക്ഷെ വേനൽക്കാലത്ത് വരുമ്പോൾ വേനൽക്കാലത്ത് വരുമ്പോൾ ഭയങ്കര രസം അവിടെ. ഞങ്ങൾക്കതാ കയറി ഇങ്ങനെ പോവാ. എപ്പോഴും തണുപ്പാക്കരം. ഏത് ചൂടുള്ള സമയമാണെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പാക്കരം. ഈ മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ടേ തണുപ്പിന് കുറവുണ്ടാവില്ല. നമ്മൾ ലോങ് യാത്ര കഴിഞ്ഞ് നേരെ വന്ന് ഇവിടെ നിന്ന് കുളിച്ചുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു ആശ്വാസം കിട്ടും നമ്മുടെ ശരീരത്തിനൊക്കെ. വെള്ളം വളരെ കുറവാണെങ്കിലും രസമാണ്. സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അഥവാ ആരെയും താഴത്ത് പോയാലേ രക്ഷിക്കാനുള്ള ചെറിയ രീതിയിൽ രക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും നീന്താറത്താനോ അധികം പേടിക്കുന്നു വേണം, എന്നാലും ശ്രദ്ധിക്കുക. ഇതാ നമ്മൾ ഈ ബാക്കിൽ കാണുന്നതാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം, അതായത് കക്കാടംപോയിൽ വെള്ളച്ചാട്ടം. നമുക്ക് ഈ കക്കാടംപോയി വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. നമ്മൾ +2 പഠിച്ചത് സെൻറ് തോമസ് തോട്ടുമുഖത്തിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളെപ്പോഴും ക്ലാസ് കട്ടാക്കിയിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ എപ്പോഴും വരുന്ന സ്ഥലമായിരുന്നു. നമ്മൾ ഒരുപാട് ചാടിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം വരുമ്പോൾ ഇവിടെ ചാടുന്ന കുറച്ച് അപകടമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും മഴവെള്ളം കൂടിയിട്ട് പ്രശ്നമാവും. ഒരുപാട് മരണം നടന്ന സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അടിപൊളി സ്ഥലമാണ്. കണ്ട ആൾക്കാരൊക്കെ നമ്മുടെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സൈഡിലുണ്ട്. ശ്രദ്ധിക്കണം. അടിപൊളി വൈബാണ്. അവിടെ വരെ നമുക്ക് അലൗഡ് ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല.
കുറച്ച് അപകടം പിടിച്ച ഏരിയയാണ്. അതുകൊണ്ട് അവിടെ വരെ നമുക്ക് അലൗഡ് ഉള്ളൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന്. എല്ലാവരും ഒരു പ്രാവശ്യം എന്തായാലും വരണം. എല്ലാവർക്കും എന്താ പറയുക, എന്താ വെച്ചാലേ നമ്മള് ഉച്ചക്ക് നട്ടുച്ചക്ക് വന്നാലും ഈ വെള്ളത്തിൽ ചാടുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. അതെ, ഭയങ്കര തണുപ്പാണ്. എപ്പോഴും ഇവിടുത്തെ വെള്ളത്തിന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അടിപൊളി തണുപ്പാണ് കേട്ടോ. രക്ഷയില്ലാത്ത തണുപ്പാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ലോങ്ങിന്ന് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയാ വീർപ്പ് മുട്ടി നിൽക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചാടിയാ അതെ അവരിതൊക്കെ ഭയങ്കര ഉന്മേഷക്കാരുണ്ട് ഇവിടെ. നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക്. അതെ അതെ. അപ്പൊ നമ്മള് അടുത്തത് നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. ബാക്കി വീഡിയോ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന സമയത്ത് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളത്തിൽ കുളിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് കടമ്പയിൽ? അടിപൊളിയാ, വെള്ളമൊക്കെ അതെ അടിപൊളിയല്ലേ? നല്ല റിലാക്സേഷൻ അല്ലേ? ആൾക്കാരൊന്നും രക്ഷയില്ല. ആൾക്കാർ വേറല്ല ആൾക്കാരൊക്കെ ഉച്ചക്ക് വന്നു ഇതുവരെ നീ ചോദിച്ചില്ല. അല്ല വെള്ളത്തിന്റെ വൈബാണ്. അതെ ഒരേ വൈബ്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ചെറുക്കാൻ കണ്ട എങ്ങനെയുണ്ട്? ഇറങ്ങാം. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകട്ടെ. ആ ജാക്കിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം. ഓടാ എന്താ ഫീൽ? എന്താ ഫീല്? അന്റെ ഫീൽ എന്താ? എന്താ സുഖം ഉണ്ടാവല്ലേ? ഓകറല്ല ആ ഉണ്ടാവല്ലേ പറ. ഇജ്ജ പോന്നവിടെ മേടിച്ചിട്ട് നിക്കാൻ വെച്ചാ. അപ്പൊ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നടന്നിങ്ങനെ പോവാണ്. ഇതൊരു ചൂട് ചായ കിട്ടണം. ചൂട് ചായ അല്ല അടിപൊളി പഴംപൊരി. അതെ ചായ ഒരു പഴംപൊരി. ഞങ്ങൾക്ക് 10 മിനിറ്റ് ചാടാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഉള്ള സമയം അടിപൊളിയായിരുന്നു. ഒരേ ഞങ്ങള് 4:50 കണ്ട അവിടെ എത്തിയത്. 5 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതെ അടുത്ത പ്രാവശ്യം നമ്മൾ അടിപൊളിയാക്കും അല്ലേ? നമ്മളിവിടെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് കക്കാടംപൊയിൽ തന്നെ കരിമ്പ് റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആനക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. ആദ്യം നമ്മൾ ചായ കുടിക്കണം. എന്നിട്ട് ആദ്യം ചായ നമ്മൾ എനർജി ആയതിനു ശേഷം നമ്മൾ കരിമ്പ് റോഡിൽ അതെ ഹിഡൻ സ്പോട്ടുകൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളങ്ങനെ ചായക്കടയിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ചായ കുടി കഴിഞ്ഞ് പോലെ നടത്ത് നമ്മളെ സ്പോട്ടിൽ പോയി. ഹിഡൻ സ്പോട്ട് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോണത് കക്കാടംപൊയിൽ തന്നെ നമ്പർ 1 കുറച്ച് ഹൊറർ പ്ലേസ് അല്ല, കുറച്ച് പേടിക്കേണ്ട സ്ഥലമാണ്. അതായത് ആനയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ. രാത്രി സമയത്ത് ഭയങ്കര പ്രശ്നം. ഈ വൈകുന്നേരം സമയത്ത് ആന അതേപോലെ കുറേ ജീവികളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. കാണാൻ സമയത്ത് എന്താ കടുവയൊക്കെ ഉള്ള സമയം ഈ ഏരിയയിൽ കടുവയൊക്കെ പോയിട്ടുണ്ട്. എനിക്കൊക്കെ അറിയില്ല അങ്ങനെ പറയുന്നത് കേൾക്കാം. ഫോറസ്റ്റ് ഏരിയ ചില ഏരിയയിൽ ഇവിടെ ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റും. ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഏരിയ ഉണ്ടോ? ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നല്ല ഹൊറർ ഫീൽ കിട്ടുക. കേട്ടോ. ഫോറസ്റ്റ് ഏരിയ അല്ലേ ഇത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. അല്ല എങ്ങനെയുണ്ട്? കാണുന്ന വ്യൂല. ഇതിലെങ്ങനെ പോയാലും റിസോർട്ടൊക്കെ ഉണ്ട്. അടിപൊളി ഏരിയ കേട്ടാ.
അടിപൊളി സ്പോട്ട് എല്ലാവർക്കും. അതെ അതെ, അടിപൊളി സ്പോട്ട്. എന്താ അത് കാണിച്ചു കൊടുത്താൽ മറ്റേ അത് തടാകം. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ താഴെ. സംഭവത്തില് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആവട്ടോ. ഈ ഹലോ ഓൾ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ഒന്നാമത് നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റായി. കാരണം അത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഡെസ്റ്റിനേഷനുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സാണ്. അപ്പോൾ ഒരുപാട് പോരായ്മകളുണ്ടാവും. വീഡിയോ എടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് കുതിച്ചു കയറാൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സംരംഭം എന്നുള്ള രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ എന്താക്കണം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഒരു ട്രൈ എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ എല്ലാവരും എന്താക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ഇൻഷാല്ലാ നമ്മൾ ഇതിലും സെറ്റപ്പായിട്ട് കൊണ്ടുവരും. അപ്പോൾ ദർഫു എനിക്ക് എന്താ പറയാനുള്ളത്? വീഡിയോ ആണ്, അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കുക. അതെ, അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നു. അതെ, അടിപൊളിയായിട്ട് വരും. ഇപ്പം നമ്മൾ തൽക്കാലം ഇവിടെ പറയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും.